ഭർത്താവ് വധഭീഷണി മുഴക്കുന്നുവെന്ന് പാലക്കാട് ആസിഡ് ആക്രമണത്തിനിരയായ യുവതി ബർഷിന 24 പറയുന്നു. ഇന്നലെയാണ് യുവതിയുടെ ദേഹത്ത് ഭർത്താവ് കാജ ഹുസൈൻ ആസിഡ് ഒഴിച്ചത്. ആക്രമണത്തിന് തൊട്ടുമുൻപും വധഭീഷണി മുഴക്കിയെന്ന് യുവതി പറഞ്ഞു. നിഖിൽ പ്രമേഷ് പാലക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് ഒലവക്കോട് ഇന്നലെ ഭർത്താവ് ആസിഡ് ഒഴിച്ച യുവതി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് ഗുരുതരമായിട്ടുള്ള ചില പരാതികൾ ഭർത്താവിനെതിരെ ഉന്നയിക്കാനുണ്ട്. അവർക്ക് വധഭീഷണി അടക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. ഏത് തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? അയാൾ ഇങ്ങനെ കൊല്ലും, നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല, നീ എൻ്റെ ഒപ്പം ജീവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ആരുടെ ഒപ്പം ജീവിക്കാൻ പാടില്ല, എന്തായാലും എനിക്ക് കിട്ടാത്ത അവർ ആർക്കും കിട്ടാൻ പാടില്ല എന്നുള്ള അങ്ങനെ ഒരു തോട്ടുള്ള ആളാണ്. പിന്നെ കുട്ടികളൊന്നും അയാൾക്ക് വിഷയമല്ല, അയാൾ വെറുതെ പറയണം കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികളും അതിൽ സ്നേഹവും ഇല്ല, കുട്ടികളെ അന്വേഷണം ഒന്നുമില്ല. ഇപ്പോൾ ഈ ആസിഡ് ഒഴിക്കാൻ കാരണം താങ്കൾ ഈ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത് അവസാനിപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് നീ ഇങ്ങനെ. ഒന്നാമത്തെ അയാൾക്ക് ആദ്യം മുതൽ പോസിറ്റീവ്നെസ് കൂടുതല. ഞാൻ ഡ്രസ്സിങ് ചെയ്താലും എന്ത് ചെയ്താലും എന്താണ് നീ അപ്പം അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണ, ഞാൻ ഒതുങ്ങി അയാളുടെ അത് മാത്രമായിരിക്കണം, അങ്ങനെ ഒരു തോട്ടുള്ള ആളാണ്. ഞാൻ പുറത്ത് ആരോടും സംസാരിക്കാൻ പാടില്ല, ഒന്നുമല്ല അയാളുടെ ഫാമിലി തന്നെ ആരോടും ഞാൻ മിണ്ടാൻ പാടില്ല, അങ്ങനെയുള്ള ആളാണ്. ഫാമിലി തമ്മിൽ തെറ്റിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇത് കാരണമല്ലേ നീ ഒരുപാട് തിളക്കണം, അപ്പോൾ ഞാൻ നിൻ്റെ മുഖം നശിപ്പിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് കൊല്ലണം എന്ന് ആഗ്രഹമില്ല. പിന്നെയാണ് പറഞ്ഞത് നിന്നെ ഞാൻ കൊല്ലും, ജീവിക്കാൻ വിടില്ല. പിന്നെ ഇന്നലെയും അതേപോലെ ആസിഡ് ഒഴിച്ച സമയത്തും അയാൾ പറഞ്ഞു ഇതോടെ കഴിയില്ല, നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. അടുത്തിടെ ഏതൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ചും താങ്കളെ ഭീഷണിപ്പെടുത്തുന്ന സാധ്യത? അവിടെ കുറേ വോയിസ്, വാട്സപ്പിൽ ഇഷ്ടം പോലെ വോയിസുകൾ, ഇതാണ് നിൻ്റെ ലാസ്റ്റ് നേർച്ച, എത്ര എൻജോയ് ചെയ്യാൻ പറ്റുമോ നീ ചെയ്തോ, ഇതായിരിക്കും നിൻ്റെയും നിൻ്റെ വീട്ടുകാരുടെയും ലാസ്റ്റത്തെ നേർച്ച, അങ്ങനെയൊന്നും അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പോലീസിന്റെ പിടിയിലാണ്. താങ്കൾക്ക് തൃപ്തിയുണ്ടോ അന്വേഷണത്തിൽ? അയാളെ പുറത്ത് വിടണ്ട, സേഫ് അല്ല, അയാൾ മാനസിക രോഗിയാണ്. എന്താ ചെയ്യണമെന്ന് അയാൾക്ക് പോലും ഇതില്ല, എന്താ ചെയ്യണമെന്ന്. പക്ഷെ അയാൾ ഫുൾ പ്ലാനഡ് ആണ്. ഇപ്പം ഇന്നലെ പോലും ഒഴിച്ചിട്ട് അയാൾ ഓടാൻ ശ്രമിച്ചു. ഫുൾ പ്ലാനഡ് ആണ് എല്ലാം. ബാക്കിൽ ഇതിൻ്റെ പിന്നാലെ ആരൊക്കെ ഉണ്ട്, ഇത് ആസിഡ് ആരാ സങ്കല്പിച്ചു കൊടുത്ത്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. എന്തൊക്കെ തരം ടോക്സിക് മനുഷ്യന്മാരല്ലേ ചുറ്റും. അപ്പോൾ ഈ പറയുന്ന പ്രണയപ്പക, അല്ലാത്ത കൊലപാതകം എന്നൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. അതിന് തുടർച്ചയാണ് ഇതൊക്കെയും. ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് വെറുതെ ആഗ്രഹിക്കാനേ കഴിയൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 55 സെക്കൻഡാണ്.